ആ മമ്പുറം തങ്ങളുണ്ടല്ലോ, മമ്പുറം തങ്ങളെ കയ്യാമം വെച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് അധികാരികളുടെ പോലീസ് സൈന്യം കടന്നു വന്നപ്പോ, പോലീസ് വ്യൂഹം കടന്നു വന്നപ്പോ ബ്രിട്ടീഷ് അധികാരികളുടെ പോലീസ് സേനയോട് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ തങ്ങളുടെ വസ്ത്രം അഴിച്ചു മാറ്റി വെച്ചിട്ട്, തങ്ങളുടെ ഷർട്ട് അഴിച്ചു മാറ്റി വെച്ചിട്ട് അർദ്ധനഗ്നമായ ശരീരത്തെ നിരത്തി നിർത്തിയിട്ട് അവർ പോലീസ് അധികാരികളോട് പറഞ്ഞു, ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, താടി വെച്ച് കൊമ്പി വെച്ച 22 കാരറ്റ് മുസ്ലിമായ മമ്പുറം തങ്ങളെ കയ്യാമം വെച്ചിട്ട് കാൽച്ചങ്ങല അണിയിച്ചിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോകാമെന്ന് വിചാരിക്കണ്ട, ഞങ്ങളുടെ ശവശരീരങ്ങളിൽ ചവിട്ടിയിട്ടല്ലാതെ മമ്പുറം തങ്ങളെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പഠിപ്പിച്ച ഹിന്ദുവിന്റെ നാട്ടിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നട്ടെല്ലിന്റെ കശേരുക്കൾക്ക് ബലമുണ്ടെന്ന് തീരുമാനിച്ച ഒളിപ്പോരിലൂടെ ഇവിടുത്തെ ബ്രിട്ടീഷ് അധികാരികളെ ഭയപ്പെടുത്തുകയും അവസാനം പിടിക്കപ്പെട്ടപ്പോ വധിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോ കണ്ണുകെട്ടിയിട്ട് തിരിച്ചു നിർത്തിയിട്ട് വെടിവെക്കാൻ ശ്രമിച്ചപ്പോ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞു, ഞാനൊരു മാപ്പിളയാണ്, മാപ്പിളമാർ മരണത്തെ ഭയപ്പെടാറില്ല, അതുകൊണ്ട് നിങ്ങൾ എന്റെ നെഞ്ചിലേക്ക് വെടിവെക്കുമ്പോ എന്റെ കണ്ണ് നിങ്ങൾ കെട്ടരുത്, എന്നെ നിങ്ങൾ തിരിച്ചു നിർത്തരുത്, എന്റെ കണ്ണിന്റെ കെട്ടടിച്ചു മാറ്റിയിട്ട് എന്റെ നേർക്കുനേരെ നിന്ന് എന്റെ നെഞ്ചിലേക്ക് വെടിവെച്ചു, ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പിടഞ്ഞു മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പിന്മുറക്കാരെ പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സംഘപരിവാരത്തിന്റെ തീട്ടൂരം ഇറക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിലേക്ക് കള്ളവണ്ടി കയറിയിട്ട് വന്നവരല്ല, ഞങ്ങൾ ഈ ഇന്ത്യയിൽ പിറന്നവരാണ്, ഇന്ത്യയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ഇന്ത്യയിൽ തന്നെ മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് പാകിസ്ഥാനിലേക്കോ മറ്റേതെങ്കിലും രാജ്യത്തിലേക്കോ പോകേണ്ടത് ഞങ്ങളല്ല, ഇവിടെയുള്ള സംഘപരിവാറുകാരാണെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സംഘപരിവാരം ഇന്ത്യയിൽ എന്താണ് ചെയ്തത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയുമല്ലോ. വി.ഡി. സവർക്കർ എന്ന പേരുള്ള RSSന്റെ സൈദ്ധാന്തിക ആചാര്യൻ ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിൽ ജയിലിൽ രാജ്യത്തിന്റെ പാവപ്പെട്ട ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടത്തിന്റെ മണ്ണിൽ ഉറച്ചു നിന്നപ്പോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഒറ്റുകൊടുത്ത പാരമ്പര്യമുള്ള നാണം കെട്ട പാരമ്പര്യമുള്ള വി.ഡി. സവർക്കറുടെ പിൻഗാമികൾ രാജ്യസ്നേഹത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് രാജ്യസ്നേഹമുണ്ട്. ഉമറുൽ ഖാദിയുടെയും ആലി മുസ്ലിയാരുടെയും വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും മമ്പുറം തങ്ങളുടെയും ഫസൽ പൂക്കോയ തങ്ങളുടെയും ഒക്കെ പാരമ്പര്യമുള്ള ഞങ്ങളെ ദേശസ്നേഹം പഠിപ്പിക്കാൻ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത RSSകാർക്ക് ധാർമ്മികമായി ബാധ്യതയില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദലിതരെ തല്ലുന്ന, അതുപോലെ തന്നെ ഇവിടെയുള്ള പിന്നാക്ക ജനവിഭാഗങ്ങളെ പീഡിപ്പിക്കുന്ന, ഇവിടെയുള്ള മനുഷ്യ സ്നേഹികൾക്കെതിരെ നിഷ്ഠൂരമായ അക്രമങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാര ഫാഷിസത്തിന്റെ ഭീകരതയ്ക്കെതിരെ മതേതര സമൂഹം ഇവിടെയുള്ള എല്ലാവരും ഒന്നിച്ചൊന്നായി അണിനിരക്കണമെന്ന് പ്രഖ്യാപിച്ചിട്ട് ആഗസ്റ്റ് 10 തിരുവനന്തപുരത്ത് അനന്തനഗരിയിൽ പ്രിയപ്പെട്ടവരെ പുതിയൊരു ചരിത്രത്തിന്റെ വാതിൽ തുറന്നു വയ്ക്കുകയാണ്. അവിടെ ജാതിയും സംഘടനയുമില്ല, സങ്കുചിതത്വങ്ങളില്ല. എല്ലാവരും ഇന്ത്യ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി, ഇന്ത്യയുടെ ഭരണഘടന അട്ടിമറിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ അവമതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒന്നിക്കുമ്പോ നിങ്ങൾ അവിടെ ഉണ്ടാകണമെന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ഹൃദയം തുറന്നിട്ട് തിരുവനന്തപുരത്തേക്ക് ആഗസ്റ്റ് 10 സായന്തന്തിയിൽ 4:30 ആരംഭിക്കുന്ന പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ചോര പൊടിഞ്ഞ് പിടഞ്ഞു മരിച്ചുപോയ അനേകായിരം രക്തസാക്ഷികളുടെ ധീരോദാത്തമായ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഐതിഹാസികമായ പോരാട്ടത്തിന്റെ ഭൂമികയിലേക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എത്തണമെന്ന് എല്ലാ ജനാധിപത്യ വിശ്വാസികളും എത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ ശബ്ദം ശ്രമിച്ച എല്ലാ മതേതര വിശ്വാസികൾക്കും 1000 ഭാവുകങ്ങൾ. ജയ് ഹിന്ദ്.